ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ, വീണ്ടും വന്നെ എങ്ങനെയാ ഇന്നത്തെ വീഡിയോക്കുള്ള ഇത് വെക്ക്. എന്താ എനിക്ക് കണ്ണ് കാണാം. അല്ല ഇതെന്തിനാ ഇത് വെച്ച് വേണ്ട, വെക്കലില്ല. വെക്ക്. നിനക്ക് അങ്ങനെ എന്നെ വയസ്സത്തേക്ക് നിർത്താൻ വേണ്ടിട്ടല്ലേ? അല്ല അതല്ല, അവളെ തുളസി കണ്ടില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട്. അയ്യോ, എനിക്ക് ഒരു കാഴ്ചക്കുറവ് പോലെ പിടിച്ചോട്ടാ. ഇല്ല വെക്കുന്നത് എന്തിനാ? ആഗ്രഹല്ലേ വെച്ച്. ഇവിടത്തെ കാർന്നോത്തിയാണിത്. അവളെ കാർന്നോത്തി ഇരിപ്പുണ്ട് കേട്ടാ. ഇനി ഞാനിപ്പോ കാർന്നോത്തി ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛമ്മ ഇവിടെ ഇപ്പൊ ഉള്ളപ്പോ ഞാനിപ്പോ കാർന്നോത്തി ആവണില്ല. ഞാൻ അമ്മായിമ്മയൊക്കെ ആവട്ടെ, അപ്പൊ ഞാൻ കാർന്നോത്തി ആയിക്കോളാം. ഇപ്പൊ ഞാൻ കാർന്നോത്തി അല്ല കേട്ടോ. അത് വെക്കോ തന്നെ ആ ലുക്ക് ഉണ്ട്. മമ്മി യങ് മമ്മി അത് വെക്കുമ്പോ അടിപൊളിയാണ്. മറ്റേ അമ്മാമ്മയുടെ അമ്മയില്ലേ? അയ്യാ, എന്തൊരു സന്തോഷം. എന്റെ അമ്മേനോട് ഞാൻ പറയുന്നു, അമ്മ അങ്ങനെ വയസ്സായി നടന്നാ മതി, അമ്മ സുന്ദരിയായിട്ടൊന്നും നടക്കണ്ടാത്. ഇപ്പൊ എന്റെ മോളെ എന്നോട് പറയണേ, ഓ കാലത്തിന്റെ ഒരു എന്താ പറയാ വികൃതികള്, ഇത് നിനക്കും കിട്ടൂടി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അത് നീ ഓർത്തോളൂ എന്നെ പറ്റി. ഞാനിപ്പോ എന്റെ അമ്മേനെ ഓർക്കണ പോലെ. ഓക്കെ, അപ്പൊ പോട്ടെ പോട്ടെ പോട്ടെ. കാണുന്നിപ്പോ മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും കെട്ടി വെക്കണം, അത്രേ ഉള്ളൂ. ഇയാളോട് പറഞ്ഞു, ഇയാള് പറഞ്ഞു ഒരാഴ്ച പോലും ഉണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ വീണ്ടും അവർക്ക് ക്ഷീണാവും, തളർച്ച. 5 ദിവസം ഞാൻ ചെയ്യാറുണ്ട്. താനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാനാണ് ചെയ്യേണ്ടത്. താനിക്ക് മടിയല്ലേ? ഞാൻ മടിച്ചിട്ടല്ലോ ഗൈസ്. എനിക്ക് കൊറേ വർക്കുകളുണ്ട്, അറിയാലോ. ഞാൻ ബിസി ആയിട്ടുള്ള പേഴ്സൺ. പിന്നെ കാണിച്ചു തരാട്ടോ ഒരു ദിവസം വീഡിയോ എടുത്ത്. ബിസി പേഴ്സന്റെ ഇതാരായി അമ്മാമ്മ? നമ്മുടെ പീനട്ട് ബട്ടർ ആണത്. ഇത് ഞാൻ നട്ട ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലില് ഞാൻ നട്ടു വളർത്തിയ 2 വർഷമായി നോളെ നട്ടിട്ട്. 2 വർഷം മുന്നേ ഇത് നടന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഏഴാം കടലിനക്കരയുണ്ടൊരേഴിലം പാൽ നട്ടു വളർത്തിയ അങ്ങനെ ഏഴിലം പാൽ. ബദാം പരിപ്പിന്റെ ടേസ്റ്റ് ആട്ടോ ഇതിന്റെ ടേസ്റ്റ് വേണം. എന്റെ പൊന്ന് ഗൈസ്, നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ബദാം പരിപ്പിന്റെ പോലെ ഒരു വികാരവും ഇല്ലാത്തൊരു പഴമാണിത്. എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഇതിന്റെ കായൊക്കെ കഴിക്കുമ്പോ കണ്ട അവിടെ എറിഞ്ഞിട്ട് ഇനി ഞങ്ങളടിക്കണം അവിടെയൊക്കെ. ഞാനെന്തേ ഉള്ളോണ്ട് ഭദ്രക്ക് വരെ മനസ്സിലായി അല്ലേ ഭദ്രേ? എനിക്കറിയാം. കുറച്ച് തീറ്റൊന്നും കഴിക്കണം. കുറച്ച് പ്രസവം അടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ, അതിന്റെ ക്ഷീണത്തിലാണ്. ശരിയാണ്. ഇനി എന്താ പണി? മാല മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നാമം ജപിക്കണം. ആദ്യം ഫുഡ് ഉണ്ടാക്കിയ കഴിഞ്ഞാ? ഇന്നലത്തേക്കാണ് ചൂടാക്കി വെച്ചേക്കണേ. അല്ല, ഇന്നത്തെ എന്തെന്നാണോ മെയിന് പറഞ്ഞേ? മുട്ടക്കറി ഉണ്ടാക്കിയ? ദൈവമേ, ഇന്നെന്താണ് പറ്റിയ എന്റെ അമ്മക്ക്? ഒരാളെ എഴുന്നേപ്പിച്ചിട്ട് അയാള് പിന്നെയും കിടന്ന് ഉറങ്ങാം. ഈ അച്ചപ്പം എന്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാട്ടോ. നിറയെ അച്ചപ്പം ഉണ്ടായിരുന്നു. ഇത് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാ. എന്റെ അമ്മയൊക്കെ ഇങ്ങനെ വിഷു മശപ്പം, പിന്നെ ഉണ്ണിയപ്പം, പിന്നെന്തുവാ അവലോസ് പൊടി, അവലോസ് ഉണ്ട, ചക്ക വറുത്തത്, കായ വറുത്തത് ഉണ്ടാക്കാറുണ്ടാവുന്ന ഓർമ്മയില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ഇനി ഉണ്ടാക്കിക്കൊണ്ട് ഇതൊക്കെ പഠിക്കണം അമ്മാമ്മേ. അമ്മ പഠിക്കണം. ഞങ്ങളൊക്കെ എല്ലാവരും ഇരുന്നാ മതി വെറുതെ.
വാവ അവനെ നേരത്തെ എഴുതിപ്പിക്കാനിട്ടാ 6 മണിക്ക് മുമ്പ് കുട്ടികളെല്ലാരും എഴുതിപ്പിക്കും. നമ്മുടെ കൃത്യനിഷ്ഠയായിട്ടുള്ള ഒരു കുട്ടീനെ കാണിച്ചേ. കണ്ണമ്മോൻ. വേറെ ആരുണ്ട് ഇതുപോലെ? രാവിലെ തന്നെ അമ്മയ്ക്ക് ഒരു എക്സസൈസ് ആണിത്. എന്തെങ്കിലും മാലയൊക്കെ കെട്ടാനായിട്ട് പറഞ്ഞ് അവിടെ പറിച്ചു വെക്കും, എന്നിട്ട് ഈ എക്സസൈസ് ആണ്. മുട്ടക്കറി അടപ്പത്ത് വെച്ചിട്ടാണ് പൂ പറിക്കാൻ പോയത്. അപ്പൊ പൂ പറിച്ച് വെച്ചു. ഇനി കുറച്ച് മുട്ട ഉണ്ടാക്കി വെക്കും. മുട്ട അടപ്പത്ത് ഇട്ടിട്ടില്ല, ഗ്രേവി തിളച്ചിട്ടുള്ളൂ. ഇനി മുട്ട റെഡിയാക്കി മുട്ടയിടും. ഇതിന്റെ ഇടയ്ക്ക് അല്ല, ആൾക്കാരെ ശരിക്കും അമ്മനിമ്പോ മുട്ടയിടാനും തുടങ്ങി. പല കറവക്കാരിയായി, പാചകക്കാരിയായി. മുട്ടയിടുന്ന് പറഞ്ഞ വേണ്ടട്ടാ, ഞാൻ ഇട്ടോളാം. എല്ലാം അമ്മ ചെയ്യണെന്ന് പറഞ്ഞിട്ടേ എല്ലാ ദിവസവും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുക ഗൈസ്. ഇത് മാത്രമല്ല എക്സസൈസ്. ഇതിപ്പോ അമ്മാമ്മ ഇത് കൊണ്ട് തന്നോണ്ട് ഇത് തിന്നുന്നു. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ സദാസമയം നമ്മുടെ അരി അല്ലെങ്കിൽ പൊൻകതിറിന്റെ അരിപ്പൊടി എടുക്ക. അരിയാ ഇതാണ് ഗൈസ് അഡിക്ഷൻ എന്ന് പറയണത്. എന്നെ പോലെ തന്നെ എന്തൊരു നന്നായിട്ടാ പണിയെടുക്കളെ. അല്ലല്ല, ഞങ്ങൾ രണ്ടുപേരാണ് ഈ വീട്ടില് ആത്മാർത്ഥമായി പണിയെടുക്കുന്നത്. പൊട്ടടപ്പത്ത് ഞാൻ പൊളിച്ചിരുന്നോ? ഞാൻ വർക്കിംഗ് ഡ്രസ് ഇട്ടിട്ട് വരാം. ഈ രാവിലെ വർക്കുണ്ട്. ഞാനിപ്പോ ആ വർക്ക് കഴിഞ്ഞിട്ടാണ് ഗൈസ് വരുന്നത്. രാവിലെ എഴുന്നേറ്റ് തണുപ്പത്ത് ഗൈസ്. ഞങ്ങൾ നല്ല കുട്ടികളല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇവിടെയൊക്കെ വൃത്തിയല്ലായിട്ടില്ല. ഞാൻ വന്നതിനിവിടെ തൊഴുത്തൊക്കെ ഞാൻ അടിച്ചിട്ടില്ല, അമ്മ അടിച്ചിട്ടു. വൃത്തിയായിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. വെറുതെ പറഞ്ഞാണ് ഗൈസ്. വൃത്തിയൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ മീന ഇറച്ചിയാ? പുട്ടും മുട്ടക്കറിയാണ് കൊടുക്കണം. ചപ്പാത്തി മുട്ടക്കറി. ചപ്പാത്തി മുട്ടക്കറി മതി. ഞാൻ ചുട്ടാ പുട്ടൊക്കെ നനച്ചു വെച്ചു. അമ്മ അതല്ല, അതെന്തെന്നാ ആ കവറില്? നാളെയാണോ സത്യനാരായണ പൂജ? അപ്പൊ ഇന്ന് ചിക്കൻ വെക്കണ്ട. സത്യനാരായണ കേട്ടെ. നമ്മുടെ എന്റെ അമ്പലം, എന്റെ നാട്ടില്, എന്റെ കൊങ്ങോപ്പള്ളിയില് ഉത്സവമാണ് കുറ്റിക്കുളങ്ങര ഭഗവാൻ. ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞങ്ങള് തൊഴുത നമ്മുടെ എന്താ പറയാ, നല്ല ശക്തിയുള്ള ഭഗവാനാണ്. ഞാനാണ് അതിന്റെ തെളിവ്. ഭഗവാന്റെ ഒരു കയ്യൊപ്പുണ്ട് കേട്ടോ. എല്ലാം ഞങ്ങളുടെ നല്ല ജീവിതത്തിലും, ഇത് വിവാഹമാണെങ്കിലും എല്ലാത്തിലും ഭഗവാന്റെ ഒരു കയ്യൊപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് തൊഴുത ആളെ ഞാൻ കല്യാണം കഴിച്ചേക്കണേ. എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ അച്ഛൻ. മാല കെട്ടി ഭഗവാൻ ഇട്ടു. ആ ഭഗവാന് മാല കെട്ടിയ ആളാണ് കേട്ടോ ഇപ്പൊ എന്റെ രതീഷേട്ടൻ. അതാ പറയണേ, ഞങ്ങളുടെ കയ്യൊപ്പ് ഇപ്പൊ എന്റെ അനിയത്തിന്റെ ലൈഫിലാണെങ്കിലും അവിടെ പൂജ ചെയ്ത ആളാ തന്നെയാ കല്യാണം കഴിച്ചാണ്. പൂജ ശാന്തിയായിരുന്നു. അപ്പൊ അതാ പറഞ്ഞ ഞങ്ങളുടെ ഫാമിലിയില്, ഞങ്ങളുടെ ജീവിതത്തില് ഭഗവാന്റെ ഒരു കയ്യൊപ്പ് എല്ലാത്തിലും ഉണ്ട്. എന്റെ ജീവിതത്തിലും പതിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SSLCക്ക് ഫുൾ A+ കിട്ടിയത് ഭഗവാന്
മാല കെട്ടി കൊടുത്തിട്ടാന്നാണ് എന്റെ മോള് പറയണേ. അല്ലല്ല അത് ശരിയാണ്. ആ പ്രാർത്ഥന നമ്മൾ എന്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണുണ്ടോ ഭഗവാൻ അത് കൈക്കൊള്ളുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. എന്റെ അമ്മയ്ക്ക് വരെ സർപ്രൈസ് കേട്ടോ, അമ്പലത്തില് വിഷ്ണു കൊടി കയറിയതാണ്. കൊടികേറി ഞങ്ങള് കണ്ടു. 7 ദിവസത്തെ ഉത്സവമാണ്, 7 ആനയുടെ ഉത്സവമാണ്. പിന്നെ എന്താണ്, നാളെ സത്യനാരായണ പൂജ കേട്ടോ. സത്യനാരായണ പൂജയെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അതിന്റെ പ്രാധാന്യം എന്താന്നൊക്കെ. ഭയങ്കര ഒരു പ്രാധാന്യമാണ് സത്യനാരായണ പൂജ. സത്യനാരായണ പൂജ കഴിച്ചിട്ടാണ് ഞങ്ങൾ പരതാമസത്തിൽ സത്യനാരായണ പൂജ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ സത്യനാരായണ പൂജ. ഞങ്ങള് വിചാരിച്ചാണ് ഗൈസ് സത്യനാരായണ പൂജക്ക് ഞങ്ങളുടെ വക സത്യനാരായണ മൂർത്തിക്ക് ഒരു പാട്ട്. പക്ഷെ സോപാനം പഠിക്കുന്നുണ്ട് കുട്ടികൾ. പക്ഷെ ഈ പ്രാവശ്യം അരങ്ങേറണം വിചാരിച്ചിട്ട് നടന്നില്ല. ഇനിയിപ്പോ അടുത്ത വർഷം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സോപാനം സത്യനാരായണ പൂജയുടെ അന്ന് കുട്ടികൾ പാടുന്നു. നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. എനിക്കും ദേവയ്ക്കും ഡാൻസ് കളിക്കാൻ പറ്റുകയാണെങ്കിൽ. അതെ, ക്ലാസിക്കൽ ഡാൻസും കളിക്കണമെന്നുണ്ട്. അത് സത്യനാരായണ പൂജ കഴിഞ്ഞ് കഴിയുമ്പോ സോപാന സംഗീതവും ഉണ്ട്. ഇങ്ങനെ ഭരതനാട്യമോ മോഹിനിയാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ട്, കലാപരിപാടി എന്തെങ്കിലും 1-2 ഉണ്ടാവും. അതെന്തോ ഒരു ഐതിഹ്യം ഉണ്ട് അതിനെ കുറിച്ചൊക്കെ. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട് എല്ലാ വർഷമെങ്കിലും. പറഞ്ഞു തരാനായിട്ട് അത്ര അങ്ങനെ ഓർക്കുന്നില്ല. എനിക്കറിയാം. സർവേശ്വര സിദ്ധ സിദ്ധി സർവാദരച്യുത വിശ്വാഗമേയാത്മാ സർവയോഗ വസുർ വസുര സത്യ സമാത്മാ സമിത. ഓ നമ്മള് രജിഷൻ ചോറ് ഇടാൻ പോകുന്ന വരും. രജിഷന് ചോറിന് നമ്മുടെ കറി ഉണ്ടാക്കിയിരുന്നത് അച്ചിങ്ങി കായും കൂടി വെക്കുന്നതാണ്. പോവാറായി. അപ്പൊ നമുക്ക് പറ്റിച്ചില്ല കേട്ടോ. അച്ചിങ്ങി കായ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വിഷുക്കറികളൊക്കെ അതേ കുപ്പിയിലാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി ഇടാം, ഇത് ഇടണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ചോറിലിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ പറഞ്ഞേക്കമാവും അല്ലേ. അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോ എന്തിനാ അത് ചെയ്തെന്ന് വെച്ചു നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ തിരിച്ചു കാണിച്ചാൽ മതി. അപ്പൊ കുഴപ്പമില്ല, ഒരു പിടക്കില്ല. അപ്പൊ അതേ അച്ചിങ്ങ കായും കൂടി നല്ല മെഴുക്ക് പറ്റി ഉണ്ടാക്കിയാണ്. അപ്പൊ സൂപ്പറാണ്. അപ്പൊ ദേശീയ ചോറ് റെഡി. ഇത്രയോടൊന്ന് ബുദ്ധിമുട്ടില്ല അല്ലേ.
കുട്ടു മോനെ കുട്ടു, എന്താ ഒരു സുഖം കിടപ്പില്ലല്ലേ? മീൻ ബാഗിൽ എന്തോ മുട്ടക്കുഞ്ഞ് കിടക്കണ പോലെ കിടക്കാണ്. എന്താ എപ്പോഴും ചീത്ത വിളിക്കണ അമ്മേനെ ചീത്ത വിളിക്കണ ഒരു കൊച്ചാട്ടൊക്കെ കിടക്കണേ. ഇവരെ നമുക്ക് എന്ത് ചെയ്യണ്ടേ? ദുർഗുണ പാഠശാല എണ്ണയിലിട്ടാ കണ്ടാ വായെടുത്ത തോന്നിവാസം കൊച്ച് പറയുള്ളൂ. പാവം കൊച്ച്. ഇനി ദുർഗുണ പാഠശാലയിൽ വിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോവാ. പാവം കേട്ടാ. എന്താ പറയണേ ഏതാ പറയണേന്ന് കൊച്ചിന് തന്നെ ഒരു ബോധമില്ല. പാവം കുട്ടിയാ. ചോറിനല്ലേ മുട്ടക്കറിയൊക്കെ ഇപ്പം ആളുകൾ കൊണ്ടുപോകും. ആ പുട്ടും മുട്ടയും വേഗം കഴിച്ചോ. കുറച്ച് മുമ്പ് മുട്ടക്കറി മുഴുവൻ എടുത്തോട്ടേന്ന് വെച്ച് വേണ്ടേ വേണ്ടേ നീ മുട്ടക്കറിക്ക് അവിടെ ആള് ക്യൂ ആയി. തല വെട്ടുവോ? എൻ്റെ ദൈവമേ, ഇവിടുത്തെ റൗഡിയാണ് കേട്ടോ അവൻ. മുട്ടക്കറി എടുത്താ തല വെട്ടുന്ന വന്നേക്കണേട്ടാ കുഞ്ചപ്പൻ കേട്ടാ. മുട്ടക്കറി ഉണ്ടാ? അതേ മുട്ടയുടെ പീസൊക്കെ എടുത്തുകൊണ്ട് അവനില്ലേ മുട്ട? കുഞ്ചപ്പനില്ലേ മുട്ട? കുഞ്ചപ്പൻ പകുതി മുട്ട കുഞ്ചപ്പന് വെച്ച് ശരി പകുതി പകുതി എടുത്താ പകുതി എടുത്താൽ ആ കുഞ്ചപ്പന് കൊടുക്കണം. വേട്ടെ അതിന്റെ പീസ് മാത്രമേ ഉള്ളൂ. പകുതി മുട്ട എടുത്താൽ മതി. രാവിലെ മുട്ട എടുത്തല്ലേ? ആ ദേവയും മേടിച്ചോ. നോട്ടെ എന്തൊരു 50, കറക്റ്റ് 50യാ. ആ എന്തെങ്കിലും ആവട്ടെ. അവൻ വെച്ചില്ലെങ്കിൽ അവൻ കുറച്ചു മുമ്പ് ചോദിച്ചിട്ട് പോയതാണേ. അയ്യോ വാവേ, മന്തി 3 പേരുടെ മന്തി കഴിക്കണ ആളാട്ടോ നിക്കണത്. കണ്ടാ പറയില്ല. പക്ഷെ ഒരു ദിവസം മുഴുവൻ പട്ടിണിയും കിടക്കും. അതിനും നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേറെ കറികളൊന്നും വേണ്ട അല്ലേ? ഇവിടുത്തെ പരിപാടികൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കണ പുട്ടും മുട്ടക്കറി. ഞാൻ പുട്ട് കൂടുതൽ ഉണ്ടാക്കി വെച്ചു. എന്താ വെച്ചാൽ കുട്ടികൾ പറഞ്ഞിട്ട് വെക്കേഷൻ അല്ലേ, അവർക്ക് കൂടുതൽ ചോറ് കഴിക്കണേക്കാൾ കൂടുതൽ പുട്ട്, മുട്ടക്കറി, ദോശ, സാമ്പാർ ഇതൊക്കെ ഫുൾ ടൈം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ മതി. റൈസ് ഐറ്റംസിനോട് ഇഷ്ടം അത് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണമ്മോന് അങ്ങനെയല്ല കേട്ടോ. കണ്ണമ്മോന് നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു. ചോറെടുത്തു. ചോറിന് ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. കാണിക്കാം കേട്ടോ. അപ്പം ഈ മീൻ വറുത്തത് നമ്മുടെ വിഷുവിന് വറുത്ത മീനുകൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ പാനോട് കൂടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ അത് എടുത്തില്ലായിരുന്നു. അപ്പോൾ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്ത എടുക്കാം. ഒത്തിരി ഐറ്റംസ് ഇപ്രാവശ്യം ബാക്കി വന്നു കേട്ടോ. കുറേ കൂടുതൽ ഉണ്ടായിട്ടാണോ എന്താണെന്നറിയില്ല. മീൻ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ എവിടെയാണ്, കുഴിപ്പള്ളി ബീച്ചിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുഴിപ്പള്ളി ബീച്ചിൽ ഇഷ്ടംപോലെ നമ്മുടെ ചീനവലകൾ ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ ഒരുപാട് കണമ്പുകളും വറ്റ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം നന്നാക്കി വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് നന്നാക്കിയും കിട്ടി. ഒരു 6 കിലോളം കണമ്പും വറ്റയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അധികം വിലയും വന്നില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ പോലെ തൂക്കത്തിനല്ല. അവർ ഒരു കമ്മതി ഇഷ്ടം പോലെ ഉണ്ടാവും. 1-2 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ബോക്സിൽ എത്ര പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരങ്ങ് വാരി ഇടുക ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു മീനൊക്കെ. പിന്നെ ഇത് നമുക്ക് വിഷുവിന് തലേദിവസം വെച്ച കേരക്കറിയാണ് കേട്ടോ. തലേദിവസം കേരക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചതും ബാക്കി വന്നു. അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് എടുത്ത് ചൂടാക്കി. അപ്പോൾ ഇന്നും പണിയൊക്കെ കുറവായിരുന്നു. പിന്നെ രാവിലത്തെ മുട്ടക്കറി കേട്ടോ. ഞാൻ പീസ് വാങ്ങിച്ചിട്ടേക്കണം. ആ കുഞ്ചപ്പനും കൂടി ഉണ്ട് ഇനി കഴിക്കാൻ. പിന്നെ രാവിലത്തെ അച്ചിങ്ങയും കായും കൂടി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയത്. പാളനുണ്ട്. മറ്റേ മാമ്പഴ പുളിശ്ശേരി ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നെ അതേ മാങ്ങക്കറി ഉണ്ട്. അതും നമ്മുടെ അടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കിയില്ല. നമുക്ക് ചൂടൻ ചോറിലോട്ടൊക്കെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാം.
അപ്പോൾ അതേ പുട്ടും മുട്ടക്കറിയും ചേട്ടനും ചേച്ചിയും കൂടി അനിയത്തിയും കൂടി ഒന്ന് കഴിക്കുകയാണ്. ഞാൻ എടുത്തേക്കണ എന്തൊക്കെയാന്ന് നോക്കിയേ, ചോറ്, നല്ല ചച്ചിങ്ങയും കായും കൂടിയുള്ള മെഴുക്ക് പുരട്ടി, ഇന്ന് നമ്മുടെ 2 ദിവസമായി എപ്പിസോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മീൻ വറുത്തത്, കേരക്കറി, മാങ്ങക്കറി, ഇതൊക്കെ നമ്മൾ കൂട്ടി കഴിക്കാൻ പോവാണേ. അതെന്താ മൊബൈലിൽ പരിപാടി? സ്മാർട്ട് മറ്റേത് മാറ്റി എന്തുവാ അനിയത്തിയും കൂടി ചേട്ടനും അനിയത്തിയും കൂടി എന്താ ഫുഡ് ഞാൻ പിടിക്കാൻ വിട്. എന്തെടുക്കുകയാ? കാണാൻ പറ്റുള്ള ഞാൻ ഇതിന്റെ ഇടയിൽ കാണാൻ വരില്ല വരും. ഹലോ, ഇതാണ് നമ്മുടെ തറവാട്ട. നമ്മൾ നന്ദിനീനെ കറക്കാണ്. നന്ദിനി പ്രശ്നക്കാരാണ് എല്ലാവരും. കാലൊക്കെ കെട്ടിയിട്ടാ നടക്കണം. കണ്ടാ കാലൊക്കെ കെട്ടിയിട്ടാ. ഹലോ ഗൈസ്, അപ്പൊ അമ്മയുടെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയാണ്. ആണോ? ഒയ്യോ, കൺട്രോളൊക്കെ ചെയ്യണ്ടേ വാവേ? ഇവിടെ ഒരു ഭീകരത്തി പശുവാണ്. ഭീകരത്തി പശു. ഇതൊരു ഭീകരത്തിയാണ്. ഭീകരത്തി. അതെ, ഇവള് ഗൗരി. ഇതൊരു പേടിത്തൊണ്ടിയാ. അപ്പൊ ഗൈസ്, ഇത്രമുള്ളൂ. കറക്കണ വീഡിയോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്കണ വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് സമ്മതിക്കില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ ഒരു വൈൻഡപ്പ് പറഞ്ഞ ശരി. ഓക്കെ, ബൈ ബൈ. കുഞ്ചപ്പൻ ഹായ് ഭദ്ര. ഞാൻ കാണിച്ചെടുക്കാം.